ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. അതിനായി ചക്ക വെട്ടി വൃത്തിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ച ചക്ക നമുക്ക് ഇപ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. ഏകദേശം ഈ കുക്കർ നിറയെ ഉണ്ട് കേട്ടോ ചക്ക. പക്ഷേ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ പാതിയാവും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ചേരുവകളാണ്. ആദ്യമായി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതധികം എരിവില്ലാത്തതിനാൽ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചക്ക വേകാൻ ആവശ്യമുള്ള വെള്ളമാണ്. വെള്ളം ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ നല്ലതായിട്ട് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു വിസിൽ മതിയാകും ചക്ക വെന്ത് കിട്ടാൻ. ചക്ക വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയും 4 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും തേങ്ങയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത ചക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് മീൻകറിയും കൂടി കൊണ്ടുപോകാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ റെസിപ്പിയാണ്. ചക്കപ്പുഴുക്കും കുടംപുളിയിട്ട മീൻകറിയും എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.